ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ മിസ് കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഒരു ക്ലൂ തരും. ഏതാണ് ആ ചാപ്റ്ററിന് വേഗം എല്ലാവരും പറയാം. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. യെസ്, ഇപ്പൊ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ആൻസർ ഒക്കെ വന്നു തുടങ്ങും. ഓക്കെ എടാ, അപ്പോ എല്ലാവരും ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ട് ഉഷാറായിട്ട് പഠിച്ചുവെങ്കിൽ കുറച്ച് റെഡ് ഹാർട്ട് ഇട്ടേ. വേഗം യെസ്, ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. യെസ്, അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു പോയേക്കാം. പിന്നല്ല ഉഷാറിലെ കാര്യങ്ങള്. ഓക്കെ യെസ്, അപ്പൊ ഏതാണ് നമ്മുടെ ചാപ്റ്റർ 7 ആണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അല്ലെ. ഓൾറെഡി എയ്റോപ്ലെയിനും ബസ്സും കാറൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ഡൗട്ട് മിസ്സേ, ട്രാൻസ്പോർട്ട് തന്നെയാണ്, പിന്നല്ല സുമ്മാ സീനാണ് നമ്മൾ പിള്ളേരുന്നത്. ഓക്കെ എടാ, അപ്പൊ നമുക്ക് നോക്കിയാലോ. നമ്മൾ ആ ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കണക്ട് ദ പീപ്പിൾസ് അല്ലെ. നമുക്കറിയാം ഗതാഗതവും ആശയവിനിമയവും മനുഷ്യർക്കിടയിൽ അകലം കുറയ്ക്കുന്നുണ്ട് അല്ലെ. ഗതാഗതവും അതേപോലെ തന്നെ ആശയവിനിമയവും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എനിക്ക് ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് അവിടെ പോവാം, അയാളെ കാണാം, സംസാരിക്കാം അല്ലേ. അപ്പൊ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും അതേപോലെ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്യാപ്പ് ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും നമ്മൾ എന്നും കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ട്രാൻസ്പോർട്ട് മൂവ്സ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് അല്ലെ. ട്രാൻസ്പോർട്ട് ജനങ്ങളെയും അതുപോലെ തന്നെ സാധനങ്ങളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഈ കമ്മ്യൂണിക്കേഷൻ വഴി രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നതിലൂടെ നോക്കിക്കേ, ഇപ്പൊ ആ കുട്ടിക്ക് പാട്ട് പാടാം, മറ്റുള്ള ആൾക്ക് കേൾക്കാം, പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. നോക്കിക്കോളൂ. ദ സ്റ്റാമ്പ്സ് issued by the Indian Postal Department on the evolution of the transport system over the years. നോക്കിക്കേ, ഇവിടെ മിസ് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് നോക്കിക്കോ. ഒരു പിക്ചറും കൂടി ഉണ്ട്. ഈ പിക്ചർ എല്ലാം നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സ്റ്റാമ്പ് കളക്ഷൻ ആണ്. കണ്ടോ, സ്റ്റാമ്പ്സ് ആണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെല്ലാം ഓരോ വെഹിക്കിൾസ് കാണാനായിട്ട് പറ്റും. കണ്ടോ, സ്കൂൾ റിക്ഷ, അടുത്ത് സൈക്കിൾ റിക്ഷ, നല്ല കളർഫുൾ ആയിട്ടുള്ള റിക്ഷ അല്ലെ. അതേപോലെ തന്നെ നോക്കിക്കേടാ, അടുത്ത് എന്താ വരുന്നത് നോക്കാ, ഷെവർലെറ്റ് 1932 മോഡലൊക്കെ കാണിക്കുന്നുണ്ട്. ഡബിൾ ഡെക്കർ ബസ്. എത്ര പേര് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ടുണ്ട്? ട്രിവാൻഡ്രം ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കയറാം. പണ്ട് ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ടുള്ള. ട്രിവാൻഡ്രം പോയപ്പോൾ ഒരു തവണയാണ് ആദ്യമായിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയത്. അതുവരെ ഭയങ്കര എന്താണ് ഡബിൾ ഡെക്കർ. യെസ്, ഓക്കെ. ഫൈൻഡ് ഔട്ട് ദി വെഹിക്കിൾസ് ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്സ്. ഇപ്പൊ നമ്മൾ കണ്ട സ്റ്റാമ്പിൽ എന്തെല്ലാം വെഹിക്കിൾസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബസ്, ട്രെയിൻ, ഷിപ്പ്, എയ്റോപ്ലെയിൻസ്, അതുകൂടാതെ പഴയ വാഹനങ്ങളായിട്ടുള്ള ആനിമൽസ്, എലിഫന്റ്സ്, ഹോഴ്സ്, ബുൾസ്, ക്യാമൽസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് യൂസസ് ദ വെഹിക്കിൾസ് ടുഡേ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ന് മനുഷ്യർ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? വേഗം എല്ലാവരും ചാറ്റ് ബോക്സിലിട്ടെ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? യെസ്, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലെത്താൻ, സ്കൂളിൽ പോകാനായിട്ട്, സാധനം മേടിക്കാനായിട്ട്, ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, പിന്നെ വയ്യാത്തവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട്, പിന്നെ എന്തൊക്കെയാണ്, കേക്ക് മേടിക്കാൻ. യെസ്, ഓക്കെ. നോക്കാം നമുക്ക്. നോക്കിക്കോളൂ. ടു ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. അടുത്ത് ടു ക്യാരി ഗുഡ്സ്, എന്ത് ചെയ്യണം? ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് ക്യാരി ചെയ്ത് തലയിൽ ചുമന്നു കൊണ്ടുപോകാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെയിറ്റ് ചുമന്ന് നടന്ന് ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ബെറ്റർ എന്താണ്? നമ്മളൊരു വണ്ടി വിളിക്കുന്നു, സാധനങ്ങൾ വെക്കുന്നു, വണ്ടിയിൽ കയറി ഇരുന്നങ്ങ് പോകുന്നു. എന്ത് സുഖകരമായ പരിപാടിയാണ് അല്ലെ. നോക്കാം. ടു റീച്ച് ദ പ്ലേസസ് ക്വിക്ലി. അപ്പൊ ഇപ്പൊ വാഹനങ്ങൾ വന്നതുകൊണ്ട് 10 മണിക്ക് നിങ്ങൾക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പോകും? 9:30 പോകുന്നവരുണ്ടാവും, 9 മണിക്ക് പോകുന്നവരുണ്ടാവും. ഇനി നടന്നു പോണ കാര്യം ഒന്ന് ആലോചിക്കേ. 9 മണിക്ക് സ്കൂളിൽ എത്തണം. പോട്ടെ, 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ വണ്ടിക്ക് പോകുന്നവർ നടന്നായിരുന്നെങ്കിൽ ഒരു 5 മണിക്ക് പോണോ, 4 മണിക്ക് പോണോ, എത്ര മണിക്ക് പോകണം? ഒരു 8 മണിക്കെങ്കിലും പോകണ്ടേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് വാഹനങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. ടു ടേക്ക് ദ സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽസ്, രോഗികളെ, വയ്യാത്തവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നമ്മൾ സഹായിക്കുന്നത് എന്താണ്? വാഹനങ്ങളാണ്. ടു ഗോ ഓൺ ട്രിപ്സ്, പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ട്രിപ്സ് അഥവാ യാത്രകൾ പോകാനായിട്ടും എന്ത് വേണം എന്നാണ് പറയുന്നത്? വാഹനങ്ങൾ വേണം എന്നാണ് അല്ലെ. യെസ്, അതേപോലെ നോക്കാം. ഡെലിവർ ലെറ്റേഴ്സ് ആൻഡ് പാഴ്സൽസ്. ഇന്ന് നമ്മുടെ വീട്ടിലെ സ്വിഗ്ഗി ചേട്ടന്മാരും ചേച്ചിമാരും അതേപോലെ തന്നെ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്പുകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതും ഇവരെല്ലാം വരുന്നത് വെറുതെ നടന്ന് കൈയും വിഷയൊന്നും അല്ല വരുന്നത്. വലിയൊരു ബാഗും വലിയ കോട്ടത്തൊരു ബാഗ് തോളിലൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഒട്ടിച്ച് പറന്നാണ് തന്നെ അല്ലേ. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം?
വാഹനങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പൊ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വാഹനങ്ങൾ വേണ്ടത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ പറഞ്ഞേക്കണം. ടു ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ. ടു ക്യാരി ദ ഗുഡ്സ് ക്യാരി ചെയ്യാനായിട്ട്. ടു റീച്ച് ദ പ്ലേസസ് ക്വിക്ക്ലി, സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്താനായിട്ട് വേണം. ദെൻ സിക്ക് ആയിട്ടുള്ളവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ലെറ്റേഴ്സും പാഴ്സൽസും ഡെലിവർ ചെയ്യണം. ട്രിപ്പ് പോകണം എന്നുള്ളതാണ് കേട്ടോ. നോക്കാം, how might have met these needs before the invention of vehicles. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വെഹിക്കിൾസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് ഈ വെഹിക്കിൾ കൊണ്ട് ഇത്രയും ഗുണങ്ങൾ വന്നത്. എന്നാൽ വെഹിക്കിൾസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു നോക്കിക്കേ. ഓൺ ഫുട്ട്, കാൽനടയായി നടന്നു പോകും. കണ്ടോ, ചേട്ടൻ പാവം കഷ്ടപ്പെട്ട് നടന്നു പോകുന്നുണ്ടോ? അതേപോലെ തന്നെ എങ്ങനെയാണ്? ബൈ ക്യാരിയിങ് ഗുഡ്സ് ഓൺ ഹെഡ്, തലച്ചുമടായി വലിയ ചാക്കും വലിയ കൊട്ടയൊക്കെ തലയിലെടുത്ത് വെച്ച് ചുമന്നു പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ യൂസിങ് ആനിമൽസ്, മൃഗങ്ങളുടെ പുറത്ത് മൃഗങ്ങളുടെ പുറത്ത് സാധനങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചു കൊടുത്ത് അവയെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ദൂരമൊക്കെ പോകുന്നവരും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെടാ, നമ്മൾ പറഞ്ഞു ഫൂട്ട് വഴി അല്ലെങ്കിൽ നടന്നു പോകുന്നവര്, തലച്ചുവടായിട്ട് പോകുന്നവര്, അതേപോലെ മൃഗങ്ങളുടെ പുറത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോസിബിൾ ആണോ? ആലോചിച്ച് നോക്കിയേ. ഇത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഇങ്ങനെ തലയിലൊക്കെ വെച്ച് കുറേ ദൂരം പോകുന്ന ഒരു അവസ്ഥ എന്താണ്? പോസിബിൾ അല്ല അല്ലെ. ആളുകൾ വളരെയധികം ടയേർഡ് ആയി പോകും. ആനിമൽസ് ആണെങ്കിലും അങ്ങനെയാണല്ലേ, അവരും ലിവിങ് തിങ്സ് ആണ്, അവർക്കും ജീവനുണ്ട്. സോ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും തളരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കാൽനടയായി, വാക്ക് ഓൺ പ്ലേസസ്, അതേപോലെ തന്നെ യൂസ്ഡ് ആനിമൽസ് ഫോർ ട്രാവൽ, ക്യാരി ഗുഡ്സ് ബൈ ഹാൻഡ്സ് ഓർ ആനിമൽസ്, യൂസ്ഡ് ബോട്ട്സ് ഓൺ റിവേഴ്സ് അല്ലെ. റിവേഴ്സിൽ നമുക്കിപ്പോ ഒരു പുഴ കടന്ന് അടുത്ത പുഴയിലേക്ക് ചെല്ലണമെങ്കിൽ, ഒരു പുഴ കടന്ന് അടുത്ത പുഴയല്ല, ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? പാലമൊക്കെ ഇന്നാണ് വന്നേ അല്ലെ. പണ്ട് എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാണ്? വഞ്ചി തുഴഞ്ഞൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. യെസ്, നോക്കാം. വാട്ട് വേർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും എന്തെല്ലാമാണ് ഈ മാർഗങ്ങളുടെ പരിമിതികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യെസ്, നോക്കാറാ എന്താണ്? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മീറ്റ് അല്ലെ. ഇപ്പൊ ഒരുപാട് ആവശ്യം നമ്മളോട് പറയാണ്, ഇവിടെ നിന്ന് അവിടം വരെ ആ കടയിൽ ഒരു 50 കിലോ പോട്ടെ 100 കിലോ സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യന് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകാനായിട്ടുള്ളൊരു ലിമിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഡിമാൻഡിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം വേണം ഇവിടെ നിന്നത് അവിടെ എത്തിക്കാൻ. കുഡ് ക്യാരി ഓൺലി സ്മോൾ ലോഡ്സ് അല്ലേ, ചെറിയ ലോഡ്സേ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽസ്, ഈ മൃഗങ്ങളുടെയും അതേപോലെ തന്നെ മനുഷ്യരുടെയും വലിയ കഷ്ടപ്പാടാണ്, ഹാർഡ് വർക്കാണ് അവിടെ നടക്കുന്നത്. കുഡ് നോട്ട് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ഈസിലി, ഒരുപാട് ദൂരം ഈസി ആയിട്ട് നടന്ന് ചെല്ലാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും കൂടി വരുന്നുണ്ട്. യെസ്, അങ്ങനെ ഈ പരിമിതികളെല്ലാം നമുക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമാന്മാരാണല്ലേ അല്ലേ. എല്ലാവരും നിങ്ങളെ പോലെയാണല്ലേ, നിങ്ങൾ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ പോലെയാണ്. എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരും ലെജൻസും ആണ്. അപ്പൊ ഇവർക്ക് തോന്നി എന്തെങ്കിലും മാറ്റം ഇതിൽ കൊണ്ടുവന്നാലേ ഈ പറഞ്ഞ പരിമിതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. വേഗം സ്ഥലത്തെത്താനും ഒരുപാട് സാധനങ്ങൾ വിൽക്കാനും ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അവർക്ക് മനസ്സിലായി, എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവർ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കിട്ടിയൊരു സാധനമാണ് വീൽസ് അഥവാ ചക്രങ്ങൾ അല്ലെ. ചക്രങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കാര്യം ഓക്കെ ആണ് എന്നുള്ളത്. ദ ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കെയിം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായത്. കണ്ടോ, ചക്രം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. റിയലൈസിംഗ് ദാറ്റ് റോളിംഗ് ഒബ്ജക്ട്സ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോഗ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി. കണ്ടോ, നോക്കിക്കേ, ഇതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ വെച്ച് ഉരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ ഉരുണ്ട് പോകും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ വന്നപ്പോ പീപ്പിൾ മെയ്ഡ് വീൽസ് ബൈ മേക്കിംഗ് ദ ലോഗോ സ്മോളർ ആൻഡ് സ്മോളർ. കണ്ടോ, ഈ ലോഗ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വീൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു? ചക്രങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. കണ്ടോ, ചക്രങ്ങളൊക്കെ വെച്ച് ഉരുട്ടുന്ന കണ്ടോ. ഇങ്ങനെയൊക്കെ പണ്ട് നമ്മളൊക്കെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ടോ? മറ്റേ മണ്ണ് വണ്ടിയിലൊക്കെ വരുമ്പോ അവരിങ്ങനെ തള്ളിയൊക്കെ കൊണ്ടുവരും ഇതേപോലെ. അതേപോലെ തന്നെ വലിയ മരങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉരുട്ടി ഇതേപോലെയാണ് കൊണ്ടുപോകാറ് കേട്ടോ. അങ്ങനെ നോക്കിക്കോളൂ. നമ്മുടെ ആദ്യം കണ്ട രൂപത്തിൽ നിന്ന് മാറി 5th ആയപ്പോഴത്തേക്കും ഇന്ന് നമ്മൾ കാറിനും അതേപോലെ തന്നെ വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ബൈക്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ നല്ല കിഡിലൻ ടയറുകളായിട്ട് മാറിയല്ലേ. യെസ്, നോക്കാം.
ഇവിടെ കുറച്ച് ടയേഴ്സും ടയറും ഉണ്ട്. ആദ്യം എന്ത് ചെയ്യാണ് ഈ ടയർ നോക്കിക്കേ, ആദ്യം മനുഷ്യരാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യരാണ് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത്. എന്നാലും തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നതിനേക്കാളും എഫേർട്ടും റിസ്ക്കും കുറവായിരുന്നു. കാരണം ചക്രമുള്ളത് കൊണ്ട് കുറെ കൂടി ഈസി ആയിട്ട് അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകും. പിന്നെ നോക്കിക്കേ, വണ്ടി മൃഗങ്ങൾ വലിക്കാൻ തുടങ്ങി. മനുഷ്യരെങ്ങനെയാണ് ജസ്റ്റ് ഒരു നേതൃത്വം മാത്രം, ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ, ആ ഒരു നേതൃത്വം മാത്രം കൊടുക്കാൻ തുടങ്ങി അല്ലെ. പിന്നെ നോക്കിക്കേ, മൃഗങ്ങൾ മനുഷ്യരെ കൊണ്ടുപോകാൻ തുടങ്ങി. കണ്ടോ, ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടോ വണ്ടിയുടെ ഉള്ളില്? കണ്ടോ കുതിര സവാരിയൊക്കെ. കുതിരസവാരി അല്ല, ആളുകളെ വണ്ടികൾ റിക്ഷകളായിട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. നോക്കുക, വീൽഡ് കാർട്സ് വെർ പുൾഡ് ബൈ ഹ്യൂമൻസ് അല്ലെ. നോക്കുക, വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദീസ്. ഇവയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? വീൽഡ് കാർട്സ് കേട്ടോ, ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ആൻഡ് ദ വീൽ കാർട്സ് വെർ പുൾഡ് ബൈ ആനിമൽസ് ആണ് അല്ലെ. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. വീൽസ് മെയ്ഡ് ക്യാരിയിങ് ഗുഡ്സ് ഈസിയർ. ചരക്കുകൾ എളുപ്പമാക്കി കൊണ്ടുപോകുന്നു. ഹെൽപ്ഡ് പീപ്പിൾ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് തിങ്സ് ഫാസ്റ്റർ ദാൻ വാക്കിംഗ് അല്ലെ. മനുഷ്യർക്ക് ഒരു ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നൊക്കെ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി ജനങ്ങൾക്ക്? ഈ വഴി ഈ മാർഗത്തിലൂടെ എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇൻവെൻഷൻ ബ്രോട്ട് ബിഗ് ചേഞ്ചസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ. ഏത് കണ്ടുപിടുത്തമാണ് ഗതാഗതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തിയത്? ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് പുൾഡ് ദ കാർട്ട് അല്ലെ. മനുഷ്യരും മൃഗങ്ങളും ഇങ്ങനെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോ അതിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വലിയ മാറ്റങ്ങൾ വന്നാൻ തുടങ്ങി. കാർട്ട് ക്യാരിഡ് പീപ്പിൾസ് ആൻഡ് ഗുഡ്സ്. എന്ത് ചെയ്തു? വണ്ടികളെയും സാധനങ്ങളെയും എന്ത് വലിക്കാൻ തുടങ്ങി? ആളുകളെയും വഹിച്ച് കാർട്ടുകൾ പോവാൻ തുടങ്ങി, വണ്ടികൾ പോവാൻ തുടങ്ങി. അതേപോലെ തന്നെ ഫുൾ പവേർഡ്, പതിയെ ഫുൾ പവേർഡ് ഇന്ധനത്തിൽ ഓടുന്ന വണ്ടികൾ വന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ഇന്ധനത്തിൽ നിന്ന് മാറി കറണ്ടിൽ ഓടുന്ന വണ്ടി വരെ വന്നിട്ടുണ്ട് അല്ലെ. മെഷീനൈസ്ഡ് വെഹിക്കിൾസ് ഇംപ്രൂവ് ദ ട്രാൻസ്പോർട്ട് അല്ലെ. യന്ത്രവൽകൃത വാഹനങ്ങൾ ഗതാഗതം ഒരുപാട് മെച്ചപ്പെടുത്തി. വേരിയസ് ട്രാൻസ്പോർട്ട് ടൈപ്സ് മൂവ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫാസ്റ്റർ അല്ലെ. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗം ഒരുപാട് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇവിടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് വാഹനങ്ങൾ കൊണ്ടുള്ള ഉപയോഗം, പണ്ട് കാലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആളുകൾ ചെയ്തിരുന്നത്, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാന്നുള്ളത് കൂടി പഠിക്കണം. യെസ്, അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അഥവാ ഗതാഗത മാർഗങ്ങൾ അല്ലെ. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയതുമാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. നോക്കാം, ഒന്നാമത്തത് ലാൻഡ് ട്രാൻസ്പോർട്ട് അഥവാ കരഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട് അഥവാ ജലഗതാഗതം, എയർ ട്രാൻസ്പോർട്ട് അഥവാ വ്യോമഗതാഗതം. അങ്ങനെയാണ് നമ്മൾ ഈ ഗതാഗതത്തെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് അഥവാ കരഗതാഗതമാണ് മിസ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ വീണ്ടും എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എല്ലാവരും മിസ്സിന്റെ ഒപ്പം ഒന്ന് വായിച്ചേ, ഏതൊക്കെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും അല്ലെ. റോഡ് ഗതാഗതം, റോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വണ്ടികൾ? കാറ്, ബസ്, ജീപ്പ്, ഓട്ടോ, ബൈക്ക്, സൈക്കിൾ, ഇതെല്ലാം സ്കൂട്ടറൊക്കെ പോകുന്നത് എങ്ങനെയാണ്? റോഡിലൂടെയാണ്. റെയിൽ നമുക്കറിയാം, ട്രെയിൻ അല്ലേ, ട്രെയിൻ പോകുന്നത്, മെട്രോ പോകുന്നതെല്ലാം ഇതാ കണ്ടോ ഞാനിവിടെ പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. റെയിൽ ട്രാൻസ്പോർട്ട് വന്നു അല്ലേ, ഇവിടെ റെയിൽ ട്രാൻസ്പോർട്ട് വന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, റോഡ് ട്രാൻസ്പോർട്ട് വന്നു. ഇവിടെ എന്താണ്? റെയിൽ ട്രാൻസ്പോർട്ടും അതേപോലെ തന്നെ ഇവിടെ എന്തായിരുന്നു? റോഡ് ട്രാൻസ്പോർട്ടും വന്നു. അടുത്ത് നോക്കിയിട്ട് പറഞ്ഞേ, അടുത്ത് എന്തായിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ട്, ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് അല്ലെ. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് കണ്ടോ. അതേപോലെ തന്നെ മാരിടൈം എങ്ങനെയാണ്? ചരക്ക് വണ്ടികളായിട്ട് പോകുന്നത് കണ്ടോ, ചരക്ക് വണ്ടികളായിട്ട് പോകുന്നേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും എന്തോരം സാധനങ്ങൾ ആ കൊട്ടയുടെ ഉള്ളില് ഉണ്ടോ. നോക്കിക്കേ, വലിയ സാധനങ്ങളൊക്കെ ആയിട്ട് ചരക്ക് വണ്ടികളായിട്ട് പോകാൻ പറ്റും. അടുത്ത് നോക്കാട്ടോ, എന്താണ്? നാഷണലും ഇന്റർനാഷണലും. നാഷണൽ ട്രിപ്പ് ഫ്ലൈറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർനാഷണലും ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള പല സ്ഥലങ്ങളൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് നാഷണലി പോവാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഇന്റർനാഷണൽ പിടിക്കുക അല്ലെ. തായ്ലൻഡ് ഒക്കെ പോയിട്ടൊക്കെ വന്നോണ്ടെങ്കിൽ ദുബായ് അബുദാബി ഒക്കെ പോകണമെങ്കിൽ ഇന്റർനാഷണലൊക്കെ പോയിട്ട് വരാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ലാൻഡ് ട്രാൻസ്പോർട്ട് അഥവാ കരഗതാഗതത്തെ കുറിച്ചാണ്. കരഗതാഗതം കേട്ടോ. നോക്കാം, ലാൻഡ് ട്രാൻസ്പോർട്ട് ഇസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. നമുക്കറിയാം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരയിലൂടെയുള്ള സംവിധാനം അല്ലേ കരഗതാഗതം. ഇനി നോക്കാം ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദി മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദി ഫ്ലോ ചാർട്ട്. നമുക്ക് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ നിന്ന് നിങ്ങളോട് പ്രധാനപ്പെട്ട ലാൻഡ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കാറ്, ബസ്, ട്രക്ക്, ബൈക്സ് അല്ലെ. കാറ്, ബസ്, ട്രക്ക്, ബൈക്ക് ഇതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട റോഡ് ട്രാൻസ്പോർട്ട് ആണ്. റെയിൽ ആണെങ്കിലോ ട്രെയിൻസും അതേപോലെ തന്നെ മെട്രോയും അല്ലെ. ട്രെയിൻസും മെട്രോയും ആണ് റോഡ് ഈ പറഞ്ഞ റെയിൽ ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഇനി ഇതാ നോക്കിക്കേ, കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണ്ടടാ. ഒറ്റയടി പാത അഥവാ സിംഗിൾ ട്രാക്ക് പാത്ത്. ഇതേപോലുള്ള വഴിയിലൂടെ ആരെങ്കിലും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഇനി ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ പറയുകയാണെങ്കിൽ പറയാം, ആ കല്ലും മുള്ളും നിറഞ്ഞ വഴിയല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്, ഗോപികംസ് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. സിംഗിൾ ട്രാക്ക് റോഡ് പാത്ത്. ഇനി അടുത്ത് നോക്കിക്കോളൂ, ദാ കുറച്ചും കൂടി അടിപൊളിയായി മഡ് വന്നു കേട്ടോ. കാടൊക്കെ വെട്ടി തളിച്ച് റോഡൊക്കെ കുറച്ചും കൂടി ഭംഗിയാക്കി മൺപാത വന്നു. അടുത്ത് നോക്കിക്കേ, ടൈൽസ് ആട്ടോ. സ്റ്റോൺ പേവ്ഡ് പാത്ത്. എന്താണ്? ടൈൽസ് അല്ല, കല്ല് പാകിയ പാതയായിരുന്നു. എങ്ങനെയായിരുന്നു? കല്ല് പാകിയ പാതയാണ്. അത് കഴിഞ്ഞ് വന്നത് ഏതാണ്? കോൺക്രീറ്റ് റോഡ്സ്. നമുക്ക് ഈ പുറം രാജ്യങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതേപോലെ കോൺക്രീറ്റ് ഒക്കെ ഉള്ള റോഡ്സ് ഒക്കെ അല്ലെ. ഇനി ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ റോഡ്സ് ഒക്കെ? ഫുൾ ടാറാണ് അല്ലെ. ടാറൊക്കെ ചെയ്ത് നല്ല കിഡിലൻ റോഡ്സ് ആണ്. ഇപ്പൊ മറ്റേ ടൈൽസ് ഒക്കെ ഇട്ട റോഡ്സ് ഉണ്ട്. അങ്ങനെ ഇംപ്രൂവ്ഡ് ആയിട്ട് വരാണ് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റയടി പാതയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ടാർ ഇട്ട വഴികൾ വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ആരെങ്കിലും ഒക്കെ ഒറ്റയടി പാതയിൽ സഞ്ചരിക്കുന്നവരുണ്ടോ വീടിന്റെ ഫ്രണ്ടിലോട്ടൊക്കെ? എന്റെ വീട് ടാർ ഇട്ട റോഡ് വന്ന് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് മഡാണ് കേട്ടോ, മൺപാതയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് ഐഡന്റിഫൈ ചെയ്യാട്ടോ. യെസ്, നോക്കാം. ഏൻഷ്യൻ റോഡ്സ് വെർ മഡ് ആൻഡ് സിംഗിൾ ട്രാക്ക് പാത്സ് അല്ലെ. നമുക്കറിയാം പണ്ടുള്ള വഴികൾ എങ്ങനെയായിരുന്നു? ഒറ്റയടി പാതകളും അതേപോലെ തന്നെ സിംഗിൾ ട്രാക്കും അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു? ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നെല്ലാം ഈ പറഞ്ഞ ഒറ്റയടി പാതകളായിരുന്നു. എന്നാൽ നൗ വി ഹാവ് സ്റ്റോൺ. ഇന്ന് നമുക്ക് എങ്ങനെയാണ്? കല്ല് പാകിയ പാതകളും കോൺക്രീറ്റും അതേപോലെ തന്നെ ടാർഡ് ആയിട്ടുള്ള, കോൺക്രീറ്റ് ഇട്ട ടാർഡ് ആയിട്ടുള്ള നല്ല കിഡിലൻ റോഡുകൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് കുറച്ചുകൂടി മാറി ഇന്ത്യയിലെ റൂറൽ റോഡ്സ് അതേപോലെ ഹൈവേസ്, എക്സ്പ്രസ് വേസ് ഒക്കെ വന്നു തുടങ്ങിയല്ലേ. നമുക്ക് നോക്കാം, ഗ്രാമീണ പാതകളിൽ നിന്നെല്ലാം ഒരുപാട് ഉയർന്ന് നമുക്ക് റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് റോഡൊക്കെ കുത്തി പൊളിച്ച് അവിടെ അങ്ങോട്ട് തിരിച്ചൊക്കെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അറ്റ് എ ടൈം 4 വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ അത്രയധികം റോഡ്സ് ഒക്കെ വലുതാക്കാൻ തുടങ്ങിയല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ്? നമുക്ക് വന്ന വികസനമാണല്ലേ, ഡെവലപ്മെന്റ് ആണ്, എക്സ്പ്രസ് വേസ്. Then road transport aids the country's growth. അതേപോലെ നോക്കിക്കേ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് റോഡ് ട്രാൻസ്പോർട്ട് അഥവാ റോഡ് ഗതാഗതം കേട്ടോ. നമ്മുടെ കൺട്രിയെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്നുള്ളത് കേട്ടോ. യെസ്, ഇനി പ്രധാനപ്പെട്ട ഒരു ഹൈവേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ അഥവാ വലിയൊരു പാതയെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കേട്ടോ, സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന ഒരു ഹൈവേയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇത് മേജർ ഇൻഡസ്ട്രീസിനെയും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിനെയും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഹബ്സ്, കാർഷിക കേന്ദ്രങ്ങളെയും കണക്ട് ചെയ്ത് പോകുന്ന ഹബ്ബാണ് ഇത്. പാതയാണ്, റോഡാണ്. ഇത് പാസ് ചെയ്യുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ പോലുള്ള വലിയ രാജ്യങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നമ്മളെ ഏകദേശം ഒരു 12 സ്റ്റേറ്റ്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളം ഒന്നും അതിൽ പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ നോർത്ത് സൗത്ത് ഈസ്റ്റിലായിട്ട് വെസ്റ്റ് കോറിഡോർസ് വരുന്നുണ്ട്. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ കണക്ടിങ് ശ്രീനഗർ ടു കന്യാകുമാരി അല്ലെ, ശ്രീനഗറിനെയും കന്യാകുമാരിനെയും കണക്ട് ചെയ്ത് നോർത്ത് സൗത്ത് കോറിഡോർ വരുന്നുണ്ട്. അടുത്തത് ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ടിങ് സിൽച്ചർ ആൻഡ് പോർബന്ദർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സിൽച്ചറിനെയും അതേപോലെ തന്നെ പോർബന്ദറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെയും ഒരു കോറിഡോർ വരുന്നുണ്ട്. ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഈ പിക്ചറൊക്കെ നോക്കിക്കടാ, കുറേ പിക്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്.
ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ ഇവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്. കണ്ടോ, വീൽഡ് വെഹിക്കിൾസിന്റെ ആ ഒരു മാറ്റമേ ദാ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോയിരുന്ന സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാൻ നോക്കിക്കടാ. ദാ ഇതേപോലെ ചുമന്നുകൊണ്ട് പോയിരുന്ന സാധനം പിന്നെ പിന്നെ വണ്ടികൾ, മൃഗങ്ങൾ വലിക്കാൻ തുടങ്ങി, സൈക്കിള് വന്നു, ഇതേ നമ്മുടെ പഴയ സ്കൂട്ടറൊക്കെ വന്നു, ഓട്ടോ വന്നു, അംബാസിഡർ കാറ് വന്നു, വലിയ വലിയ ലോറികളൊക്കെ വന്നു, KSRTC ബസ് വന്നു. ഇതാ ഇതേപോലെ കാണുന്ന അടിപൊളിയായിട്ടുള്ള AC ബസ്സൊക്കെ ഇന്ന് വന്നു എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ എന്താണ് ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു മാറ്റം? എന്താണ്? ഒന്ന് നോക്കാം, ഇംപ്രൂവ്ഡ് റോഡ്സ് അല്ലെ. യെസ്, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്റ്റോൺ പേവ്ഡ്, എന്താണ്? കല്ലുപാകിയ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാറ് പുരണ്ട റോഡുകൾ ഇന്ന് വന്നു. റോഡുകൾ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയി അഥവാ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ. കല്ല് പാകിയതിൽ നിന്ന് കോൺക്രീറ്റിൽ നിന്ന് ടാറിടൊക്കെ ആയിട്ടുള്ള ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലുള്ള റോഡ്സ് വന്നു. അതേപോലെ തന്നെ വെഹിക്കിൾസ് started with carts pulled by humans and animals അല്ലെ. മനുഷ്യരും മൃഗങ്ങളും വണ്ടികളിൽ നിന്നാണ് ഈ പറഞ്ഞ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ തള്ളിക്കൊണ്ടു പോയിരുന്ന വണ്ടികളായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇന്ന് മോഡേൺ വെഹിക്കിൾസ് എങ്ങനെയായിരുന്നു? ഫ്യൂവൽ പവേർഡ് ബസ്സസ്, അതേപോലെ ട്രക്സ് ഒക്കെയാണ്. നല്ല ഫ്യൂവൽ പവേർഡ്, ഫുള്ള് ഇന്ധനമൊക്കെ ഒഴിച്ച് ഓടുന്ന കാറുകളും ബസ്സസും ട്രക്സ് ഒക്കെയാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു വലിയ ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിനെയും അഗ്രികൾച്ചർ ഹബിനെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലും കോറിഡോർസ് ഒക്കെ എന്താണ് ഇന്ന് നമുക്ക് ഇടനാഴികൾ, ഈ പടിഞ്ഞാറ് ഇടനാഴികൾ, അതേപോലെ തന്നെ സുവർണ ചതുർഭുജം, ഇതൊക്കെ ഇന്ന് പ്രധാനപ്പെട്ട ഹൈവേസും ഇന്ന് നമുക്കുണ്ട്. ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട് അഥവാ ഇമ്പാക്ട് അഥവാ സ്വാധീനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റർ ട്രാവൽസ് അല്ലെ. വേഗതയിലുള്ള യാത്ര, ഒരുപാട് കാര്യങ്ങളൊക്കെ ഫാസ്റ്റർ ആക്കി അഥവാ സ്പീഡാക്കി എന്നുള്ളതാണ്. ഒരുപാട് ഫാസ്റ്റർ ആക്കി അഥവാ സ്പീഡാക്കി എന്നുള്ളതാണ്. ഈസിയർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സും സാധനങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെയും ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം നമ്മൾ പറഞ്ഞു. റോഡ്സിൽ വന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ പണ്ട് മനുഷ്യരും മൃഗങ്ങളും വലിച്ചിരുന്ന വണ്ടികളിൽ നിന്ന് ഇന്ന് ഇന്ധനങ്ങൾ നിറച്ച ബസ്സും കാറും ട്രക്കൊക്കെയായി മാറി ഹൈവേസ് വരെ വന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം ഇമ്പാക്ട് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യാനും സാധനങ്ങൾ എളുപ്പം എത്തിക്കാനൊക്കെ സഹായിക്കും. ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാലോ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? എന്താണ് റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് അല്ലെ. പൊതുവെ ചെലവ് എങ്ങനെയാണ്? കുറവാണ്. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും എങ്ങനെയാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കുന്നു, എത്തിക്കാനായിട്ട്. ഒരാൾക്ക് പോലും മാറ്റി നിർത്തില്ല. ഇപ്പൊ നമ്മൾ പറയും എയർ ട്രാൻസ്പോർട്ട്, എയർവേസിനൊക്കെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനോ എല്ലാവർക്കും ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാനോ ഒക്കെ സാധിച്ചെന്ന് വരുമോ? ഇല്ല, അത് എക്സ്പെൻസീവ് ആണല്ലേ, ഒരുപാട് ചിലവുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് റോഡ് ട്രാൻസ്പോർട്ട്? എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ് അല്ലെ. ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ അനുയോജ്യം എന്ന് പറയുന്നത് ചെറിയ യാത്ര പോകാനാണ് കേട്ടോ. ഹ്രസ്വദൂര യാത്രയ്ക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. നമുക്ക് ഇവിടെ നിന്ന് ദുബായ് വരെ ബസ്സിന് റോഡ് ട്രാൻസ്പോർട്ട് വഴി പോകാൻ പറ്റില്ല. അതിന് എന്ത് തന്നെ വേണം? എയർ തന്നെ വേണം അല്ലെ. ഇവിടെ നിന്ന് എറണാകുളം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എയർ ട്രാൻസ്പോർട്ട് എടുക്കാൻ പറ്റില്ല, റോഡ് തന്നെ എടുക്കണം അല്ലെ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ട്രിപ്സ് പോകാനായിട്ടും ഈ പറഞ്ഞ റോഡ് ട്രാൻസ്പോർട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ക്വിക്കായിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയേക്കാം എന്തൊക്കെയാണ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് നോക്കിക്കോളൂ. യെസ്, നമ്മൾ പറഞ്ഞു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ലാൻഡ്, വാട്ടർ, എയർ. ഇന്ന് നമ്മൾ പറഞ്ഞത് ലാൻഡ് ആണ്. ലാൻഡിൽ വീണ്ടും റോഡും അതേപോലെ തന്നെ റെയിലും വരുന്നുണ്ട്. റോഡ്, കാറ്, ബസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. റെയിൽ ആവുമ്പോൾ മെട്രോസും റെയിൽവേസും ഒക്കെ പറഞ്ഞു അല്ലെ. ട്രെയിൻസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ബാക്കി 2 ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റവും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.